എറണാകുളം ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷൻ വാർഷിക പരിപാടിക്കിടെ സംഘർഷം. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും ജില്ലാ കോടതിയിലെ അഭിഭാഷകരുമാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ 20ഓളം വിദ്യാർത്ഥികൾക്കും 4 അഭിഭാഷകർക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഈ ബാർ അസോസിയേഷന്റെ പരിപാടിക്ക് എന്തിനാണ് വിദ്യാർത്ഥികൾ അവിടെ എത്തിയത്? സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം അതെന്തായിരുന്നു? അരുണിമ, ഈ മഹാരാജാസ് കോളേജ് കോമ്പൗണ്ടും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാർ അസോസിയേഷനും നിൽക്കുന്നത്. ഒരു മതിലിന്റെ വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ, ഈ പറയുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷം നടക്കുകയായിരുന്നു. രാത്രി 11 മണി വരെ അത് നീണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആഘോഷം നടക്കുന്നതിനിടയിലേക്ക് വിദ്യാർത്ഥികൾ നുഴഞ്ഞു കയറി എന്നുള്ളതാണ് ബാർ അസോസിയേഷനിലെ അഭിഭാഷകരുടെ ആരോപണം. അവർ പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ആഘോഷത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറുകയും പിന്നീട് അഭിഭാഷകരുമായി പ്രശ്നമാകുകയും ചെയ്തു. പരസ്പരം രണ്ടു കൂട്ടരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. കസേരയും കമ്പുവടിയും എല്ലാം എടുത്ത് പരസ്പരം അടിച്ചു. പരിക്കുകളുണ്ട്. 20ഓളം വിദ്യാർത്ഥികൾക്കും 4 അഭിഭാഷകർക്കും പരിക്കുണ്ട്. ചില അഭിഭാഷകരുടെ പരിക്ക് സാരമുള്ള പരിക്കുമാണ്. ഒപ്പം തന്നെ ഇതിൽ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് മറ്റൊന്നാണ്. കോളേജിലെ ചില ആഘോഷ പരിപാടികൾ ഇന്ന് നടക്കാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ കോളേജ് കൊടിതോരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിന് വേണ്ടി നിന്നിരുന്നു. അത് കഴിഞ്ഞ് കോളേജിന് പുറത്തു നിൽക്കുമ്പോൾ ഈ ആഘോഷങ്ങൾ കഴിഞ്ഞു വന്ന ഏതാനും ചില അഭിഭാഷകർ തങ്ങളുടെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച ശേഷം അതിന്റെ പുക ഊതി വിട്ടു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. അങ്ങനെയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്തായാലും രണ്ടു കൂട്ടരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള പരിക്ക് ഇരു കൂട്ടർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിൽ ബാർ അസോസിയേഷൻ പരിപാടിക്കിടെയാണ് അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിൽ ഇരു കൂട്ടർക്കും പരുക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.